എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, സമയം 9:07 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് 41 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ്, 180 പോയിൻ്റ് ബാങ്ക് നിഫ്റ്റിയിലുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ഗ്യാപ്പ് അപ്പ് വന്നത്? അപ്പോൾ മാർക്കറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും താഴത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കണേ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ചെറിയ മൂവപ്പും കൂടെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് 4 സ്ക്രീനാണ്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. കാരണം മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ടേ വരച്ചു വെച്ചിരിക്കുന്നൊരു ലെവലുണ്ട്. ഫ്യൂച്ചറിൽ 25,435 എന്നുള്ളൊരു ലെവല് മാർക്കറ്റ് ഓൾമോസ്റ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് 1 അവറിൽ. 30 മിനിറ്റിൽ മാർക്കറ്റ് അവിടെയും ഉണ്ട് 25,436 എന്നുള്ളൊരു ലെവൽ. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റെഡ് ലൈൻ അവിടെ വന്നതായിരുന്നു, അതിപ്പോൾ പോയി. ഇവിടെ ഉണ്ട്, കാണാൻ പറ്റുമോയെന്നറിയില്ല. 25,440 എന്നുള്ളൊരു ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് കഴിഞ്ഞ ആഴ്ച തൊട്ടേ അവിടെ തെളിഞ്ഞ് നിൽക്കുന്നതാണ്. 440 ഒന്ന് നമ്മുടെ മനസ്സിൽ വെച്ചേക്കുക. നാനൂറ്റി 440 ഓട്ടോമാറ്റിക്കായിട്ട് വന്നേക്കുക. അപ്പോൾ 435-40 റേഞ്ചൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചേക്കുക. അവിടെ ഒന്ന് സ്ട്രഗിൾ ആയതിനു ശേഷമായിരിക്കും മാർക്കറ്റിൽ എന്തായാലും അടുത്ത ഡയറക്ഷൻ എന്തായാലും ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ അത് എവിടം വരെ പോകാനായിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് ഏകദേശമൊക്കെ ഒന്ന് അറിയണം. 25,500 ഒരു പക്ക കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ 25,500-നും 25,400 ഈ 100 പോയിൻറ്റിൻ്റെ ഇടയ്ക്കായിരിക്കും മെജോറിറ്റി ഇന്നൊരു സ്ട്രഗിൾ വരാനായിട്ടുള്ള ചാൻസസ്. മാക്സിമം താഴത്തോട്ട് വന്നാലും 25,315 ഭാഗത്തായിരിക്കും ഒരു സപ്പോർട്ട് സോണായിട്ട് നിലവിലുള്ള. അതിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ. അല്ലെങ്കിൽ 25,500 മാർക്കറ്റ് റീച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 70 പോയിൻറ്റിൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി മാർക്കറ്റ് 40 പോയിൻ്റ് അപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ 40 പോയിൻ്റ് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ ഈ ക്യാൻഡലിൻ്റെ
ഹൈയിലേക്ക് മാർക്കറ്റ് വരാനായിട്ടുണ്ട് നിലവിൽ. അതായത് 25,417 അപ്പോൾ നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കാം. 25,313 25,313 പ്ലസ് മാർക്കറ്റ് അപ്പ് ചെയ്തിരിക്കുന്ന എത്ര പോയിൻ്റാണ്? 41. അപ്പോൾ ഒരു 42 പോയിൻ്റ് ഇട്ട് നോക്കിയാലും 25,355. പക്ഷേ 25,417 വരെ മാർക്കറ്റ് വരാനായിട്ടുണ്ട്. നമ്മൾ 25,315 താഴത്തോട്ട് പോയാൽ മാത്രം പിന്നെ 25,286 ആ ഒരു ഗ്യാപ്പ് മാത്രമാണ് താൽക്കാലികമായിട്ടൊരു ഫില്ലിംഗ് സ്റ്റേഷനുള്ളൂ. അവിടെ നിന്നും താഴത്തോട്ട് വന്നാലും വലിയ മൂവൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് താൽക്കാലികമായിട്ട് പറ്റില്ല. കാരണം 25,264 ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട്. അവിടെ നമുക്കൊരു ബോക്സ് വരച്ചിടാം. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ മാത്രമാണ് നമുക്ക് 25,178 മാർക്കറ്റിലേക്ക് ഭാഗത്തേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഈ ലൈനൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ നല്ലതായിരുന്നു. അതായത് മേജർ സപ്പോർട്ട് 25,200 അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബോക്സ് 25,286 നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ അത് 25,236 വരെ ഒരു കൺസോൾട്ടേഷൻ ബോക്സാണ്. ആ ബോക്സിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം താഴത്തോട്ടൊരു 50% എബോവ് ക്യാൻഡിൽ മൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പിന്നെ എങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. 25,200 നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് എവിടെയായിരിക്കും? 25,417 അവിടെ നിന്ന് നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 25,500 മാർക്കറ്റ് പോകണം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതേപോലത്തെ ഒരു സിനാരിയോ ഒരു വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ വിചാരിക്കും മാർക്കറ്റ് ഇപ്പം താഴത്തോട്ട് വരും കാരണം ഇത്രയും പോയതല്ലേ എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും ആൾക്കാർ പി എടുത്ത് കൂട്ടാൻ തുടങ്ങി. മാർക്കറ്റ് ഒരു 600-700 പോയിൻ്റ് ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് അപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്ട്രൈക്ക് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് ഇത്തിരി ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള സ്ട്രൈക്കാണ്. അപ്പോൾ അതൊന്ന് ഗ്രൂപ്പിലേക്കൊന്ന് പോസ്റ്റ് ചെയ്തേക്കണം. 214 അതായത് 25,200 സിയും അതേപോലെ തന്നെ പിയിൽ ചെറിയൊരു മാറ്റം ചിലപ്പോൾ വന്നേക്കാം. അത് 45 പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 25,500 പി നമുക്ക് നോക്കാം. 25,500 പി നമുക്ക് നോക്കാം. അതേപോലെ തന്നെ സി നമുക്ക് നോക്കാൻ പറ്റുന്ന ഇതാണ്. ഏതാ 9-13 മാർക്കറ്റ്. 25,200 സി 25,500 പി. ഇതൊന്ന് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അതിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 214 മാർക്കറ്റ് നിൽക്കുന്നത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 191 ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് പോയാൽ മാത്രമാണ് നമ്മൾ ഒരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ആദ്യത്തെ ഡൗൺ വരുന്ന ഏരിയ എന്ന് വെച്ചാൽ ഏകദേശം 145 വരെയും സെക്കൻഡ് ഡൗൺ വരുന്നത് 120 വരെയാണ്. 9-14 അപ്പോൾ അപ്പർ സൈഡിലേക്കുള്ള ആദ്യം പറയാം. RSI സിയിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. പക്ഷേ ഇത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് സിയിൽ നമുക്ക് കൺഫർമേഷൻ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിലവിൽ 231 ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. SMA ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അതായത് താഴത്തോട്ട് വന്നു SMAയിൽ ടച്ച് ചെയ്യുന്നു. അവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 255 വരെ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് പോകും. നേരെ മറിച്ച് ഈ 214 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ. മാർക്കറ്റ് പോയി നിൽക്കുന്നത് 230-ലാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത്. ഒരു ഗ്യാപ്പ് ഇവിടെ ചെറുതായിട്ട് ഫില്ല് ചെയ്യാനുണ്ട്. അത് കുറച്ചുകൂടെ കൂടെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വന്ന് ഫില്ല് ചെയ്യണേ. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ടുള്ള ഒരു ചെറിയ പോയിൻ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് കിട്ടും. അതർവൈസ് നിലവിൽ നിൽക്കുന്നതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 255 എന്നുള്ളത് ഒരു വിക്ക് വന്നാൽ 255 വരെ നിലവിൽ ലൈൻ നമ്മൾ വരച്ചിട്ട് അതേ ലൈൻ കമ്പനിക്കാർ അത് കഴിഞ്ഞിട്ടാണ് വരക്കണം. നമ്മൾ എത്ര അഡ്വാൻസ്ഡ് ആണെന്ന് നോക്കിയേ. നമ്മൾ ആദ്യമേ വരച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് കമ്പനിക്കാർ വരച്ചിട്ട്.
നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തെ ഗ്യാപ്പ് ഫില്ലിങ് നിലവിൽ 242, അതായത് ഇപ്പം നിൽക്കുന്നത് 230. ആ 30-ന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം 255 ഭാഗത്തേക്കോ 257 ഭാഗത്തേക്കോ ആയിരിക്കും സിയുടെ മൂവ്മെൻറ്റ്. നിൽക്കുന്ന ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് താഴത്തോട്ട് വരത്തില്ല. കാരണം സിയിൽ കുറച്ച് ഏരിയാസൊക്കെ മാർക്കറ്റിൽ മുട്ടാനായിട്ടുണ്ട്. നമ്മൾ ഇൻഡെക്സ് ചാർട്ടിലും ഒരു ഹൈ മാർക്കറ്റ് മുട്ടാനായിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കും കുറച്ച് നേരം, എന്നിട്ടൊക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. $245 ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിയിൽ ഒരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകത്തുള്ളൂ. $230 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമേ സി ഡൗൺ ആവത്തുള്ളൂ. $255, $258 നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു മൂവ്മെൻറ്റ്. 235 ബ്രേക്ക് ചെയ്താൽ പിയിൽ മൂവ്മെൻറ്റ് കിട്ടും. 235 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. 35 അത് എവിടം വരെ പോവാം, ഒരു 46 വരെ പോവാം. അല്ലാത്തടത്തോളം കാലം നമുക്ക് താൽക്കാലികമായിട്ട് സിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ് നല്ലത്. കുറച്ച് കൺസോൾട്ടേഷൻ എന്തായാലും ഇവിടെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ SMA അടുത്താണ് സി നിൽക്കുന്നത്. അവിടെ വിട്ട് ഒരു പരിധി കൂടുതൽ പോകാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് കാണിക്കും. കാരണം പിയിൽ ഈ SMA താഴത്തോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണം. അതുവരെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. 235 നേരത്തെ തെളിഞ്ഞു വന്നത്. 235 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും PE 240-46 പോകുന്നത്. രാവിലെ എന്തായാലും കുറച്ച് കൺസോൾട്ടേഷൻ എന്തായാലും ഉണ്ട്. കാരണം SMA ഒന്ന് ടാലി ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും കുറച്ച് കൺസോൾട്ടേഷൻ ഉണ്ടാവും. 230-ന് താഴത്തോട്ട് 230, 227 താഴത്തോട്ട് സി ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് 235 കഴിഞ്ഞാൽ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. അല്ലാത്തടത്തോളം കാലം സിയിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടലും നടക്കുകയില്ല. SMA വരുന്നത് വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി മാർക്കറ്റ് നിന്നിട്ടേ എന്തായാലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ വരച്ച് 230-ഉം കമ്പനി വരച്ച് 230-ഉം കറക്റ്റാണ്. കാരണം 227, 228 ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ 230-ന് താഴത്തോട്ട് വന്നാൽ മാത്രമേ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം ഇത് 230 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വരികയാണെങ്കിൽ നമുക്ക് 235 ബ്രേക്ക് ചെയ്താൽ ഒരു 240-44 വരെ പിയിൽ കിട്ടും. അല്ലാതെ നമ്മൾ പിയിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഈ SMA ഇങ്ങോട്ട് അടുപ്പിക്കാൻ ഇങ്ങനെ കിടന്നുണ്ട്. ഈ മറ്റേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ബോട്ട് കെട്ടിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഓളത്തിനൊത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും. അതായത് അടുത്ത ബോട്ട് വരുന്നത് വരെ അപ്പുറത്ത് ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കും. അതിന് ശേഷമായിരിക്കും ഒരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഇപ്പോൾ സ്റ്റിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സിയിലാണ്. 230-ന് താഴത്തോട്ട് വരുന്നിടത്തോളം കാലം വരെ നമ്മൾ സി ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്ന. ടാർഗറ്റ് 258, 255, 258 ലെവലായിരിക്കും.
കാരണം നമുക്ക് താഴത്തോട്ട് പ്രതീക്ഷിക്കണം. നമ്മളിവിടെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സി എടുത്തു വെച്ചിരിക്കുന്നതും. കാരണം ഇവിടെ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ SMA പിയിൽ മുട്ടാനുണ്ട്. അപ്പം അത് ആദ്യമേ പി ആണോ മുട്ടുന്നത് സി ആണോ മുട്ടുന്നത് എന്നുള്ളൊരു ഡൗട്ട് മാത്രമാണ് ഇങ്ങനെ ഇത്ര അടുത്ത SMA നിൽക്കുന്നതുകൊണ്ടാണ്. 230 ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ താഴത്തോട്ട് വന്നാൽ ഇവിടെ 235 ബ്രേക്ക് ചെയ്ത് 242 പി പോകും. അത്രേ ഉള്ളൂ. നമ്മുടെ കോൺസെൻട്രേഷൻ ഫുൾ ഇന്ന് ഉച്ചവരെ സി തന്നെയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. 229 കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം സി. കാരണം രണ്ടും ഒരേ റേഞ്ച് ആയത് കാരണമാണ് എനിക്ക് തോന്നണത് കൺഫ്യൂഷൻ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പം അപ്പുറത്ത് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പറഞ്ഞത്. $241 ട്രിഗർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ 242 എത്ര വരെ പോയിട്ടുണ്ട്? 242 വരെ പോയിട്ടുണ്ട്. ആ 242 ഒന്നും കൂടെ നെക്സ്റ്റ് ക്യാൻഡിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് കയറി കഴിഞ്ഞാൽ 250 259 വരെ മൂവ് ചെയ്യും. കാരണം ഇവിടുത്തെ ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ ഒരു ഇത്തിരി സ്ട്രഗിളാണ്. മാർക്കറ്റ് സിയിലേക്ക് വരും, വരാതെ ഒന്നും ഇരിക്കില്ല. അപ്പം നമ്മൾ അവിടെ ഒരു പ്ലാൻ ചെയ്തു, ഇപ്പുറത്തെ SMA കൂടെ മുട്ടണം, പിന്നെ ഇപ്പുറത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. നെക്സ്റ്റ് ക്യാൻഡിലും ഈ ക്യാൻഡിലും അടുത്ത ക്യാൻഡിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 35,742 നമ്മൾ അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും റിവേഴ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 243 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് 245 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടതായിട്ടുള്ളൂ. കാരണം RSI സിയിലാണ് നിൽക്കുന്നത്. ആ സിയിൽ നിൽക്കുമ്പോൾ എന്തായാലും സിയിൽ മൂവ്മെൻറ്റ് വരും. അപ്പം അതിൻ്റെ ഇടക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് കൂടെ നിലവിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മുകളിലോട്ട് പോവോ അതോ മുകളിലോട്ട് പോയിട്ടാണ് വരുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 235 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സിയിലായിരിക്കും മാർക്ക്. എന്തായാലും സിയിലാണ് RSI നിൽക്കുന്നത്. നമ്മൾ സി തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഇന്നലെ ആ 15 മിനിറ്റ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൗൺ ആയിക്കോട്ടെ, പ്രശ്നങ്ങളില്ല. പക്ഷെ അത് ഡൗൺ ആകുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് പിയിൽ ക്യാച്ച് ചെയ്തുകൂടാ? അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലും 233 എടുത്തിട്ടുണ്ടെങ്കിലും 5-6 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ്, 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അവിടെ പോയാലും അത് നമുക്ക് ഇവിടെ ഈസി ആയിട്ട് തിരിച്ചു പിടിക്കാനും പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് കൂടെ ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ലിങ് അവിടെ നിന്നാണോ മാർക്കറ്റ് സി റിവേഴ്സായി പോണേ അതോ നിൽക്കുന്ന ലെവലിൽ നിന്ന് 232 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി നമുക്ക് സിയിൽ അറിയാനായിട്ടുള്ളൂ. ഇവിടെ 245 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 245 കൂടെ ബ്രേക്ക് ചെയ്താൽ ഒരു 5 പോയിൻറ്റ് 250. അത് ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ 198 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ഫാൾ ആവുന്നത്. ഇനി 232 ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വരുമ്പോൾ ചെറിയൊരു പോയിൻറ്റും കൂടെ പിയിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്യണത്. 245 43 45 അതും കൂടെ ഒന്ന് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അതാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഏകദേശം ഒരു 246 249 വരെയൊക്കെ വരേണ്ടതാണ്. ഗ്യാപ്പ് 214.60. നിലവിലുള്ളതിൻ്റെ ലോ 214 വരെ വന്നിട്ടുണ്ട്.
അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ 250 ഇതൊക്കെ ഒരുമിച്ച് ഒരേപോലെ ടാലി ആവണം. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഉള്ളൂ. $249.80 251 252 ഇനി സി ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ 220 ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയാൽ സിയിലേക്കായിരിക്കും വീണ്ടും മൂവ്മെൻറ്റ് വരുന്നത്. അല്ലാത്ത പക്ഷം ഇവിടെ ഒരു ചെറിയ ഏരിയ കൂടെ 260 കൂടെ ടച്ച് ചെയ്യാനായിട്ട് നിലവിൽ നിൽപ്പുണ്ട്. അത് ഇവിടുത്തെ റിവേഴ്സോ ഈ ഒരു ക്യാൻഡിൽ ഡോജി ക്യാൻഡിലാണോ അല്ലെങ്കിൽ പിന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത്ര ഉറപ്പില്ല. റിസ്കി എൻട്രി ആണ് 209. 5 പോയിൻ്റാണ് സിയിൽ സ്റ്റോപ്പ് ലോസ്. പെട്ടെന്ന് കയറിപ്പോയാൽ അവനങ്ങ് കയറിപ്പോവും. അല്ലാത്ത പക്ഷം ഇവിടെ കുറച്ച് ലോവും കൂടെ വരാനായിട്ടുണ്ട് 197ലേക്ക്. അങ്ങനെ 197ലേക്ക് ഫാളായാൽ ഇപ്പുറത്ത് PE 259 വരെ വരും. കാരണം ഇവിടെ ഈ ഒരു 259 നിൽക്കുന്ന കാരണം ആണ് എനിക്കിവിടെ ഒരു റിസ്കി എൻട്രി ആണെന്ന് ഞാൻ പറയാനായിട്ടുള്ള റീസൺ. ഈ ഒരു ക്യാൻഡിലൊന്ന് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇൻസൈഡ് ബാർ ക്യാൻഡിലായോ പിൻ ബാർ ആയോ ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഇവിടെ ഒരു വയലറ്റ് ലൈൻ ഇട്ടേക്കുന്ന കാരണമാണ് ഇവിടെ ഒരു റിസ്കി എൻട്രി ആണെന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാമായിരുന്നു. ഇൻ ബിറ്റ്വീൻ സ്പേസ് ആയിട്ട് നിൽക്കുന്ന കാരണമാണ്. കാരണം ഇവിടെ RSI ഓൾറെഡി പിയിലേക്ക് റീഡൈവർജൻസ് നടത്തുന്നുമുണ്ട് 259. കാരണം ഇവിടെ ഈ ഒരു ലോ 197 ഇങ്ങനെ നിൽക്കുന്ന കാരണമാണ് നമുക്ക് അവിടെ ഒരു റിസ്കി എൻട്രി. പിന്നെ ഇവിടെ നിന്ന് നിൽക്കുന്ന ഏകദേശം 259 260 വരെ ആയിട്ടുണ്ട്. ഇനി ഈ 260 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 270ലേക്ക് പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ അടുത്ത ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇനി സി വന്ന് മുട്ടുന്ന ഏരിയ 258 ആയിരിക്കും. അടുത്ത 2 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇവിടെ ഈ ഒരു സ്പേസ് നിൽക്കുന്ന കാരണം, അതായത് 197 എന്നുള്ളൊരു സ്പേസ് നിൽക്കുന്ന കാരണം ഒരു ഡൗണും കൂടെ വരുമോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതർവൈസ് 215 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ സിയിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മൂവ് പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ് സിയിൽ റിവേഴ്സ് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിൽ 25,324 SMA സി സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഫ്യൂച്ചറിൽ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മേളിലോട്ട് പോകാതെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അവിടെ ഒരു ബ്രേക്കൗട്ട് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 270ലേക്ക് പോകുള്ളൂ. അല്ലാത്ത പക്ഷം സി ഇവിടെ നിന്ന് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ആയിക്കഴിഞ്ഞാൽ 210 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 218ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പം ഇത് വളരെ ഒരു ടേണിംഗ് പോയിന്റ് വരുന്ന ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. പക്ഷേ 210 കൂടെ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് സിയിൽ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കണ്ട. കാരണം SMA ഒരു സപ്പോർട്ട് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. അത് ഈ ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ അത് ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സ്റ്റിൽ എല്ലാം RSIയും ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, 269 നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്.
ഇനി 191 അടുത്ത ഇവിടെ സിയിൽ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. ആ 191 വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകും ഇനി അടുത്ത മൂവ്മെൻറ്റ്? 278 പി മൂവ് ചെയ്യണത്. നമുക്കൊരു പോയിന്റ് പോലും കളയാനില്ല. അതുകൊണ്ടാണ് ഇത്ര നമ്മൾ വരകളൊക്കെ നമ്മൾ ആദ്യമേ വരച്ച് വെക്കുന്നതിൻ്റെ റീസൺ അതാണ്. നമ്മൾ തോന്നുന്നിടത്ത് പോയി എൻട്രി എടുത്തിട്ട് കാര്യമില്ല. ഇതൊക്കെ ടാലി ആവണുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഓക്കെ, 280 ടച്ച് ചെയ്തു. ഇവിടെ 191 ഏകദേശം വരക്കുന്ന ലൈൻ ഏകദേശമൊക്കെ ഒരു വരകളാണ്. 276 ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മൂവ് ചെയ്യുകയാണെങ്കിൽ ബിഗ് മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത്. ഇനി അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ 293. കാരണം വലിയ ക്യാൻഡിലാണ് 5 മിനിറ്റിലുള്ളത്. അപ്പോൾ അത്രയും വാക്കോ സ്പേസ് പിയിലും ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ട്രെയിൽ ചെയ്ത് പോവുക. 293 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത മൂവ്മെൻറ്റ് ഇനി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അത് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ 378 വരെ മാർക്കറ്റ് പതുക്കെ മൂവ് ചെയ്ത് പോകുമാറാവട്ടെ. കാരണം പിയിൽ നമ്മൾ ഇന്നലെ അത് ഇവിടെ നിന്ന് ഒരു 100 പോയിന്റ് പിടിക്കാൻ നിന്നെടുത്താണ് നമുക്കത് 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് നമ്മൾ 100 പോയിന്റ് സിയിലെടുത്തത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് മാർക്കറ്റ് ഇവിടെ സ്ട്രഗിൾ ചെയ്ത് റിവേഴ്സ് ആവുന്നുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവണേ. പിന്നെ 30 മിനിറ്റിൽ 25,289 ഫ്യൂച്ചറിൽ സപ്പോർട്ട് എടുക്കാനായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് സിയിൽ ഇപ്പോൾ ഒരു റിവേഴ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അവറിൽ 25,310 സപ്പോർട്ട് എടുത്തുകൊണ്ടാണ്. അതാണ് നമ്മൾ എല്ലാം കൂടെ നോക്കിയിട്ടാണ് 6 ചാർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം വരെ മാർക്കറ്റ് വരും എന്ന് നമ്മൾ പറഞ്ഞത്. നമ്മൾ അതിന് അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇവിടെ വരച്ചു വെച്ചത്. ഒരു റിവേഴ്സ് ഏരിയ ആയിട്ട് നമ്മൾ വരച്ചു വെച്ചത് 191. അവിടെ നിന്ന് മാർക്കറ്റ് നമ്മൾ ഏകദേശമൊക്കെ ഒരു വര കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് കണക്ക് കൂട്ടി അങ്ങ് വരക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് അവിടെ തന്നെ അക്യുറേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവണമെന്നില്ല. നമ്മൾ വരച്ച ഏകദേശം ഒരു ലെവലിൽ 191 287 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സി അതേപോലെ തന്നെ തിരിച്ച് മേളിലോട്ട് കയറി. സിയിൽ മൂവ്മെൻറ്റ് വരും എന്ന് നമുക്കറിയാം. പക്ഷെ അത് എവിടെ വരും എന്നുള്ളതിനാണ് നമ്മൾ 3 സപ്പോർട്ട് ലൈൻ നമ്മൾ വരച്ചു വെച്ച്. ആദ്യം നമ്മൾ ഇവിടെ ഒന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടെ ഒരു ഫുൾഫിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കിതൊരു റിസ്ക് ആയിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ പ്രതീക്ഷിച്ച 191. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1 അവറിൽ 25,260 ടച്ച് ചെയ്തു. 5 മിനിറ്റിലും ടച്ച് ചെയ്തു. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ലെവലിലും ടച്ച് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് മാർക്കറ്റ് അതേപോലെ തന്നെ തിരിച്ചു വരുന്നത്. അതാണ് നമ്മൾ 3 സ്റ്റെപ്പായിട്ട് റെസിസ്റ്റൻറ്റ് പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. ഇനി ഇതിൻ്റെ ഈ ഗ്രീൻ ലൈൻ നിന്നപ്പോൾ നമ്മൾ പറഞ്ഞെന്താ, ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ റീസൺ അതാ. കാരണം ഏത് സമയത്തും ഒരു റിവേഴ്സിൽ നമ്മൾ സിയിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലേസ് നമ്മുടെ 230 അവിടെ നിന്ന് ചെറിയൊരു മൂവ്മെൻറ്റേ മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ളൂ. അത് കിട്ടാണ്ടായപ്പോൾ നമ്മൾ പിയിലെടുത്തു. അതിനുശേഷം വീണ്ടും നമ്മളൊരു അറ്റംപ്റ്റ് 5 പോയിന്റിൽ റിസ്കി ആയിട്ടാണ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയത് ഏതാ, 3-ാമത്തെ പോയിന്റ് 191. അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് നോക്കിയേ, എവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങിയോ അത്രയും പോയിന്റ് തന്നെ തിരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇത് ഇനി 5 മിനിറ്റിലേക്കൊന്ന് ഞാൻ മാറ്റാം. 5 മിനിറ്റിൽ മാറ്റുമ്പോൾ കുറച്ചും കൂടെ ഒരു അക്യുറസി കിട്ടും. എനിക്ക് 5 മിനിറ്റിലൊരു സ്ക്വയർ, എനിക്ക് ഇപ്പുറത്ത് 5 മിനിറ്റ് വേറെ സ്ക്രീൻ ഉണ്ട്, അതുകൊണ്ടാണ് 5 മിനിറ്റിലേക്ക് ഞാൻ മാറ്റാമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ഒരു പിൻബാർ പോലെ ഫോം ചെയ്തിട്ടുണ്ട്. 191 ഭാഗത്താണ് ഏകദേശം.
ഈ ബ്ലൂ ലൈൻ എനിക്ക് ഇവിടെ വരക്കാം, അല്ലെങ്കിൽ ഈ ബോഡിയെ കൊള്ളിച്ച് വരക്കാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നമ്മൾ വരച്ച് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ നേരത്തെ വരച്ച് 230-ലാണ് പോയി നമ്മൾ വരച്ച് വെച്ചതിൽ നിൽക്കണേ. RSI ഇവിടെ ക്രോസ് ഓവറായി നിൽക്കുന്ന മൂവ്മെൻറ്റ് ഈ 230 ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ 258 വരെ നമ്മൾ പറഞ്ഞ ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ₹1 പോലും ലോസ് പോവരുത്. ഇപ്പോൾ ചെറിയൊരു റിവേഴ്സ് ഇപ്പോൾ എന്തായാലും 230 താഴത്തോട്ട് വരും. ബിക്കോസ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അത് പറയാൻ പറ്റില്ല ഇന്ന് തന്നെ ഫില്ല് ചെയ്യുമെന്നുള്ള കാര്യങ്ങളിൽ ഉറപ്പില്ല. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് അടുത്ത സിയുടെ മൂവ്മെൻറ്റിലേക്ക് പോവാം. കാരണം ഇവിടെ റിവേഴ്സ് വരുന്നത് ഇനിയിപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്, അതിനു വേണ്ടി വരുന്നതാണോ എന്നറിയില്ല. നമുക്കിനി 230 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇനി സിയിലേക്ക് ഡൈവർജൻസ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ എൻ കേസ് 185-ലോ 190-ലോ ഒരു എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിൻ്റോ കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള കാരണം ആണ് ഇവിടെ ഒരു റിവേഴ്സ് വരുന്നതെന്നുള്ളൊരു തോന്നൽ. ഇവിടെ ഒരു 249 തൊട്ട് 251 വരെയുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അത് ഫില്ല് ചെയ്തു. അത് ഫില്ല് ചെയ്ത് 254 ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പോകും അങ്ങോട്ട്. കാരണം ഇതൊക്കെ ഒരു സൂചനയാണ്. കാരണം ഇവിടെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതിനുശേഷം ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടു, അത് കഴിഞ്ഞ് മാർക്കറ്റ് താഴത്തോട്ട് പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ പറഞ്ഞു ഇതെന്തോ സംതിങ് എന്തോ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് 2 സൂചനയാണ് ഇവിടെ തന്നേക്കണേ. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ദെൻ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്നു. അത് നമുക്കൊരു മൈനസായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് നമുക്ക് തൽക്കാലം ഒന്ന് റെസ്റ്റ് ചെയ്യാം. മാർക്കറ്റ് തിരിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിൽ തോന്നിയത്. അതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയി കൂടായികയില്ല. ഈ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് കയറി വന്നാൽ 270 കൂടെ ബ്രേക്ക് ചെയ്തൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഒറ്റ ലക്ഷ്യമുള്ളൂ. എന്തായിരിക്കും അത്? ഈ മൂവ്മെൻറ്റ് ഈ 270 കൂടെ ബ്രേക്ക് ചെയ്ത് വരണം. 270 കൂടെ ബ്രേക്ക് ചെയ്ത് വന്നാൽ നമുക്ക് പിന്നെ 378 നോക്കിയാൽ മതി. ഇനി അപ്പോൾ എപ്പോഴാണ് നമുക്കിനി സീല് നോക്കാൻ പറ്റുന്നത്? 222 ബ്രേക്ക് ചെയ്താൽ 230, 30, 31 അത് ബ്രേക്ക് ചെയ്താൽ അപ്പോൾ 222 ബ്രേക്ക് ചെയ്ത് എൻട്രി എടുത്താലും നമുക്ക് 216 ഭാഗത്ത് നമുക്ക് ഈസി ആയിട്ടൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് മെയിൻറ്റെയിൻ ചെയ്ത് 230 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താലോ നമുക്ക് 1 പോയിൻറ്റോ 2 പോയിൻറ്റോ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും 10.15 വരെയൊക്കെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ടേ മാർക്കറ്റിൽ എന്തായാലും ഒരു മൂവ്മെൻറ്റ് വരത്തുള്ളൂ. അപ്പോൾ അത് മാക്സിമം പോയി മുട്ടാൻ പോകുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 258 3 ഏരിയാസ് ഉണ്ട്. ഒന്ന് 264, 250, 258 ആ റേഞ്ചിലേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. ഒരു തവണ കൂടെ 260 ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയാൽ നമ്മൾ 222 ബ്രേക്ക് ചെയ്യാതെ നമ്മളിനി സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യണ്ട. ഈ പി നിൽക്കുന്ന ഈ മൂവ്മെൻറ്റ് കയറി പോയി കഴിഞ്ഞാൽ ഇനി 378 നോക്കിയാൽ മതി. 260, 370 100 പോയിൻ്റ് ആയിരിക്കും കിട്ടണത്. കാരണം മാർക്കറ്റ് ഇങ്ങോട്ട് വരാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് മാർക്കറ്റ് ഇന്നലെ പോയേക്കണേ. ആ 378 ബ്രേക്ക് ചെയ്താലോ 457 മാർക്കറ്റ് പോണേ. അപ്പോൾ അതിനുള്ള തീരുമാനം എടുക്കുകയും
മാർക്കറ്റിലുള്ള ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഒരു 10:15 മുമ്പ് മാക്സിമം സ്റ്റോപ്പ് ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് മാക്സിമം സ്റ്റോപ്പ് ലോസ് എടുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് വലിയ വലിയ ആളുകളുടെ തീരുമാനം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് ഒക്കെ കിട്ടിയ ആൾക്കാർ നോക്കിയിരിക്കുകയും ചെയ്യും. അന്ന് സ്റ്റോപ്പ് ലോസ് കിട്ടിയ ആൾക്കാർക്ക് അറിയാം മാർക്കറ്റ് ഇന്ന സ്ഥലം വരെ പോകുമെന്ന് അറിയാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് നമ്മുടെ മനസ്സ് മടുപ്പിച്ച് നമ്മളൊരു മൂലക്ക് ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുന്ന സ്ഥലത്തേക്ക് മാർക്കറ്റ് പോവുകയും ചെയ്യും. അതാണ് മെജോറിറ്റി ഇന്നലെയൊക്കെ സംഭവിച്ചത്, അത് തന്നെയാണ്. പക്ഷെ നമ്മൾ രാവിലെ തൊട്ട് നമുക്ക് ഒറ്റ ചിന്ത ഉണ്ടായുള്ളൂ, സി. കാരണം 30 മിനിറ്റ്, 1 അവർ, അതേപോലെ തന്നെ 15 മിനിറ്റ്സ്, ഈ വക സാധനങ്ങളൊക്കെ അപ്സൈഡിൽ. അപ്പം ഞാൻ പറയുകയും ചെയ്തു, നമ്മളെല്ലാവരും ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിന് വളരെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. അങ്ങനെയാണ് ലോട്ടറി കോള് കണ്ടുപിടിക്കണേ. നമ്മൾ ചുമ്മാ വ്യാഴാഴ്ച എല്ലാ ദിവസവും ലോട്ടറി കോള് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ലോട്ടറി കോള് വരുന്നതിന് ഈ പറഞ്ഞ പോലെ എല്ലാ സാഹചര്യങ്ങളും കൂടെ ഒരേപോലെ വന്നാൽ മാത്രമാണ് ലോട്ടറി കോളിന് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം എന്തായാലും അത് അടുത്ത ആഴ്ചയോട് കൂടി നമുക്ക് നല്ല രീതിയിലൊക്കെ ഇന്നും കൂടെ ലോട്ടറി കോളൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ഒരു സ്ക്രീനും കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു 32 ഇഞ്ചിൻ്റെ TV വീട്ടിലിരിപ്പുണ്ട്. അപ്പം അത് നേരെ എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ഒരു 4-6 സ്ക്രീൻ നമുക്ക് 2 മണിക്കൂർ, 1 മണിക്കൂർ, 30 മിനിറ്റ്, 15 മിനിറ്റ്, 5 മിനിറ്റ് ഇതൊരു സ്ക്രീനിനകത്ത് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട്. ഇപ്പം ഇന്നത്തെ നമ്മുടെ വ്യൂ മുഴുവൻ ഞാൻ ഈ 2 മിനിറ്റ് നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ലാപ്ടോപ്പിനകത്താണ് 4 സ്ക്രീൻ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് കണ്ണിന് ഇത്തിരി സ്ട്രെയിനാണ്. അപ്പോൾ തിങ്കളാഴ്ചയോട് കൂടി ഒരു 32 ഇഞ്ചിൻ്റെ സ്ക്രീനും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് അക്യുറസി ആയിട്ട് ലോങ് ഡ്രൈവൊക്കെ പേടിക്കാതെ ചെയ്യാൻ പറ്റുന്നൊരു ലെവലിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 222 നമ്മൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മളിനി എന്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ, സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെ RSI ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്. അത് ഒന്ന് ക്രോസ് ഓവറായി കിട്ടി ഒന്ന് മുകളിലോട്ട് പോകാൻ വേണം 222 ബ്രേക്ക് ചെയ്യണം. അതേപോലെ പിയിൽ 200 നമ്മൾ എത്ര പറഞ്ഞു, 255 65 260 ഇവിടെ കിടക്കണത്. 260 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടുള്ളൂ, അനദർ മൂവ് നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടുള്ളൂ. കിട്ടും, എന്തായാലും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. കാരണം ഇവിടെ 264 ഓൾറെഡി ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് സിയിൽ. ഇപ്പം നമ്മൾ ട്രെയിൽ ചെയ്ത് 3 ട്രേഡ് എടുത്തിട്ടാണെങ്കിൽ ഇവിടെ മാസീവായിട്ട് നമ്മുടെ പ്രോഫിറ്റ് ഓൾറെഡി രാവിലെ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 46 മുതൽ 86 വരെ, 46 40 പോയിൻറ്റിൻ്റെ റൈഡ് കിടന്നു കേട്ടോ. ഞാൻ ഇതൊന്നും നോക്കിയില്ല. 46 പോയിൻറ്റിന് കൂടുതൽ റൈഡ് കിടന്നിട്ടുണ്ട്. ഏതാ? ഇത്രയും സൈൻ ഇവിടെ മേളിൽ കിടക്കും. ഒന്നാമത് 282-ലേക്കുള്ളൊരു പി ഞാൻ വരാൻ ഇങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ളൊരു മൂവ് ഇട്ടിട്ട് പോയേക്കുന്നു. അതേപോലെ തന്നെ 378 ഞാൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് മൂവ് ഇട്ടിട്ട് പോയേക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 220 ബ്രേക്ക് ചെയ്താൽ 230. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല സ്ട്രഗിളാണ്. അപ്പോൾ അത് മാക്സിമം കയറ്റി വെക്കുക, ആ സമയത്ത് ഉചിതം പോലെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞതിൻ്റെതാ. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞ് 230 ഞാൻ ഇറങ്ങും. അതിനുശേഷം പിന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സ്കിപ്പ് ചെയ്തെടുക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. കാരണം മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും ഡൈവർജൻസ് ആവാം എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുക. ഇവിടെ ക്രോസ് ഓവർ വരുന്നുണ്ട്, പക്ഷേ ഈ ക്രോസ് ഓവർ നമുക്ക് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്കെന്താ കൺഫേം ആയിട്ടുള്ളൊരു സിയുടെ മൂവ് കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മളിവിടെയൊക്കെ എന്തിനാണ് എൻട്രി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങാനും കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചോട്ടിൽ നിന്നുള്ളൊരു എൻട്രി കിട്ടും എന്നുള്ള കാര്യങ്ങൾ വിചാരിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും ചോട്ടിൽ നിന്ന് കയറാനായിട്ട് ശ്രമിക്കുന്നത്. ഇതൊക്കെ ഏകദേശമൊക്കെ അക്യുറസി ആയിട്ടുള്ള വ്യൂ ആണ്. ആ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞത് ആ ഭാഗത്തേക്കുള്ള പ്രതീക്ഷ. ആ ഗ്യാപ്പ് ഫില്ലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴത്തോട്ട് പോകുന്നു, എവിടെ നിന്നാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോയിരിക്കണേ?
കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യേണ്ട സ്ഥലത്തുനിന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് പോയിരിക്കണേ. അതിനുശേഷം എവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിക്കണേ? 260 നിന്നാണ് മാർക്കറ്റ് താഴത്തോട്ട് റിവേഴ്സ് ആയിരിക്കണം. ഇവിടെ ഈ 221.17 218 ഈ വൈറ്റ് പോയിന്റ് 222 എന്നുള്ള ലെവൽ, ഈ വൈറ്റ് ലൈനിൽ നമ്മൾ ഒരിക്കലും ചെറിയ സ്റ്റോപ്പ് ലോസ് ഇടൽ വളരെ പാടാണ്. കാരണം അവിടെ ഈ വൈറ്റ് ലൈനെ പാർട്ടീഷൻ ചെയ്തുകൊണ്ടായിരിക്കും. ശരിക്കും ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 205 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അതാണ് ശരിക്കും സ്റ്റോപ്പ് ലോസ്. നമ്മൾ അത്ര ലെങ്തി ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ 5-6 എൻട്രി വേറെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. 246 ബ്രേക്ക് ചെയ്യണം പിയിൽ മൂവ്മെൻറ്റ് കിട്ടാനായിട്ട്. 10.15 വരെ എന്തായാലും മാർക്കറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടേ മാർക്കറ്റ് എന്തായാലും ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് 220 എൻട്രി 222 മേളിലോട്ട് പോയ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചോ എന്ന് പറയുന്നതിൻ്റെ റീസൺ ഏത് നിമിഷവും മാർക്കറ്റ് താഴത്തോട്ട് വരാം. കാരണം ഇവിടെയൊക്കെ ഓരോ സൈൻ മാർക്കറ്റ് ഇട്ടിട്ട് പോയേക്കുവാണ്. അപ്പം അത് നമ്മൾ ഒരിക്കലും ഒരു ക്യാൻഡിൽ കണ്ട് അല്ലെങ്കിൽ ഒരു മൂവ് കണ്ട് കുറേ പ്രൈസ് ആക്ഷൻ വരച്ച് വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു ക്യാൻഡിലിൽ എന്താണ് നടക്കണേ, ആ ക്യാൻഡിൽ ഒരു ഭാഗത്ത് വരുമ്പോൾ അത് എങ്ങനെയാണ് അവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്യണേ, എന്താണ് ആ ക്യാൻഡിൽ സൂചിപ്പിക്കണേന്ന് ക്യാൻഡിൽ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. ഇതാണ് 10.15 വരെ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ പോയിൻ്റൊക്കെ എടുത്താൽ മതി. 10.15 കഴിഞ്ഞിട്ട് നമ്മൾ വലിയ മൂവ്മെൻറ്റ് നോക്കിയാൽ മതി എന്ന് പറയണം. അത്ര നേരം നമ്മൾ മാക്സിമം കോസ്റ്റ് ടു കോസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ലോസ് ഒരു പരിധി കൂടുതലാവാതെ നമ്മൾ 10.15 വരെ പിടിച്ചു വെക്കണം. 10 എൻട്രി എടുത്താലും 10 എൻട്രിയിൽ ഒരു പോയിന്റ് കിട്ടിയാൽ തന്നെ കുഴപ്പം. ഓൾമോസ്റ്റ് ഞാനിവിടെ കണക്കൊന്നും എടുത്തിട്ടില്ല, പക്ഷേ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 230 മുതൽ 282 വരെ 52 പോയിന്റ് മൂവ് 3 ടൈമിലായിട്ട് കിട്ടിയിട്ടുണ്ട്. 1-2 മൂവ്മെൻ്റ് അല്ല, 52 പോയിൻ്റാണ് കിട്ടിയിരിക്കണേ. അപ്പോൾ അതിന് 52 പോയിന്റ് കിട്ടിയെന്ന് കഴിയുമ്പോൾ നമ്മുടെ 21 പോയിന്റ് ആയിരിക്കണം നമ്മുടെ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവേണ്ടത്. ബാക്കിയുള്ള 29 പോയിന്റ് 2 പോയിന്റ് 3 പോയിൻ്റൊക്കെ ആയിട്ട് സ്റ്റോപ്പ് ലോസ് ആക്കി നിങ്ങൾക്കൊരു 10 ട്രേഡ് എടുക്കാം. ഇന്ന് അവസാനിക്കുമ്പോൾ നമുക്ക് 21 പോയിന്റ് ഉണ്ടാവണം. ബാക്കിയുള്ള 52 പോയിന്റിൽ 21 പോയിന്റ് നിങ്ങൾക്ക് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 3ഉം 2ഉം 5ഉം പോയിൻ്റൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനീ പറഞ്ഞു, ഇവിടെ 230 വരെ പോയി. അത് കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിൻ്റോ കയറ്റിയിടാൻ ഞാൻ പറഞ്ഞു. അപ്പോഴും നമ്മൾ 21 പോയിന്റ് നമുക്ക് 29 പോയിന്റ് അവിടെ സേഫാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഈ 224 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിയിലൊരു മൂവ്മെൻറ്റ് വരുമെന്നാണ് പറഞ്ഞത്. ഈ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവിടെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ താഴെ 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അത് പോട്ടെ, അങ്ങനെയും പോട്ടെ എന്ന് നോക്കാം. അപ്പം നമ്മളൊക്കെ ഇപ്പോഴും ഒരു പ്ലാനിങ് ഉണ്ടാവണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ല ഇനി സേഫായിട്ടുള്ളൊരു ട്രേഡാണ് ആഗ്രഹിക്കുന്നതെന്നുള്ളവർ 235 ബ്രേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. 235 ബ്രേക്ക് ചെയ്താൽ 259 നോക്കിയാൽ മതി. അതേപോലെ 260 ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും 282 ഇട്ട് നോക്കിയാൽ മതി. നമ്മൾ കുറച്ചും കൂടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കിട്ടട്ടെ, ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്ഥലത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പോയിന്റും 1 പോയിന്റ് അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 242 നമ്മൾ ബ്രേക്ക് ചെയ്തെടുത്ത് 249 വരെ പോയി. അത് 1 പോയിന്റോ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് അതും പോട്ടെ എന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ 1 പോയിന്റ് കയറ്റിയിട്ടിട്ട് അതും പോട്ടെ എന്ന് വിചാരിക്കണം. കാരണം 52 പോയിന്റ് കിട്ടിയതിൽ 21 പോയിന്റ് കഴിഞ്ഞിട്ട് ബാക്കി 29 പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് 2 പോയിന്റ് 2 പോയിന്റ് 2 പോയിന്റ് വെച്ചിട്ട് ഒരു 5 ട്രേഡ് ചെയ്താലും അല്ലെങ്കിൽ 6 ട്രേഡ് ചെയ്താലും ഏതെങ്കിലും ഒരെണ്ണം ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് 100 പോയിന്റാണ്. പിയിൽ എവിടെന്നെങ്കിലും ഒരു ക്ലച്ച് നമുക്കിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 100 പോയിന്റിൽ കൊണ്ടേ നിർത്തത്തുള്ളൂ. നമ്മുടെ ലക്ഷ്യം അത്രേ ഉള്ളൂ. എന്താണ് പിയിലേക്ക് തന്നെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യണതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇവിടെ എല്ലാം കോസ്റ്റ് ടു കോസ്റ്റ് ഇടാനായിട്ടോ അല്ലെങ്കിൽ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 10.15 ഇപ്പോൾ 10.2
ഒരു 10:15 ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്. ഒന്നാമത്തെ കേസ് ഇവിടെ ഒരു റിവേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് 283 മാർക്കറ്റ് ഞാൻ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്ന് ഇട്ടിട്ടാണ് പോയിരിക്കണേ. അതിലും വലിയൊരു തലവേദനയാണ് ഇതേ മുകളിൽ ഇട്ടേക്കണേ 378. നമ്മൾ രാവിലെ തൊട്ട് സി ആണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ സാധനം ഒന്ന് കറങ്ങി തിരിഞ്ഞ് റെഡിലേക്ക് വരണ്ടേ. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡും ഇതേപോലെ ആയിരുന്നു. നമ്മൾ ഇത് കറങ്ങിത്തിരിഞ്ഞ് റെഡിലേക്ക് കയറാതെ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രാവിലെ ട്രേഡ് തുടങ്ങിയത്. ഇപ്പോൾ ഒരു ക്യാൻഡിലിൽ ഇട്ട് വെക്കുന്ന സൂചനകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇവിടെ ഇങ്ങനെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോൾ ആ റിവേഴ്സ് വന്ന ക്യാൻഡിൽ എങ്ങനത്തെ റിവേഴ്സാണ്, അവിടെ എന്തൊക്കെ സൈനാണ് ചെയ്തു വെച്ചിട്ട് പോയേക്കണേ എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കണം. ഇതും 5 മിനിറ്റിലേക്കൊന്ന് മാറ്റാം. ഇവിടെ ക്രോസ് ഓവർ വന്നിട്ടില്ല, ഇപ്പോഴും മാർക്കറ്റ് പി സൈഡാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു സിഗ്നൽ നമുക്ക് കിട്ടിയിരുന്നു, പക്ഷെ അത് വീണ്ടും ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ട്. കാരണം ഈ RSI ഇനി സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ വരുന്ന ക്യാൻഡിൽസിൻ്റെ സ്ട്രെങ്ത്ത് വളരെ വലിയ സ്ട്രെങ്ത് ആയിരിക്കും വരുന്നത്. അതായത് ഒരു ബ്രേക്ക് ഔട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പറന്നായിരിക്കും മുകളിലോട്ട് പോണേ. അപ്പോൾ ഇവിടെ നോക്കിയേ 5 മിനിറ്റിൻ്റെ ക്യാൻഡലിൻ്റെ ഹൈയിൽ നമ്മളൊരു 284 വരച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇവിടെ 5 മിനിറ്റിൻ്റെ ക്യാൻഡലിൽ 2 സൈൻസാണ്. ഒന്ന് ഇവിടെ വരെ വന്ന് എത്തി നോക്കി, അത് പതുക്കെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് മുകളിലേക്ക് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് ഒരു കാര്യം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും 260 ബ്രേക്ക് ചെയ്താൽ പോകുമെന്ന്? അപ്പോൾ നമ്മൾ അവിടെ അടുത്തൊരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 മിനിറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 മിനിറ്റിൽ എന്താ, അവിടെ 2 മിനിറ്റിൻ്റെ ക്യാൻഡലിൽ ഇവിടെ ഒരു ലെവലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 260 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു കൺഫേംമെൻറ്റ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 24 പോയിൻ്റ് നമുക്ക് അവിടെ കിട്ടും. അത് സ്ട്രെയിറ്റനിങ് ചെയ്ത് പോയാലോ എങ്ങോട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ? 378 മാർക്കറ്റ് മൂവ് ചെയ്യണം. ഇവിടെയോ RSI 5 മിനിറ്റിൽ റെഡിലേക്കൊന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് സിയിലേക്കുള്ള മൂവ്മെൻറ്റ് കൺഫേം ആണെന്ന് പറയാൻ പറ്റും. ഇനി സേഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 230 ബ്രേക്ക് ചെയ്താൽ 259 29 പോയിൻറ്റും 260 ബ്രേക്ക് ചെയ്താൽ PE 284 മൂവ്മെൻറ്റും ആയിരിക്കും ഉണ്ടാവണേ. 10:15 വരെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കളിപ്പിച്ച് മാക്സിമം ആളുകളുടെ സ്റ്റോപ്പ് ലോസൊക്കെ ഹിറ്റ് ചെയ്ത്, നമ്മുടെ അല്ല, നമ്മളൊരുവിധം സേഫാണ്, മാക്സിമം ആളുകളുടെ സ്റ്റോപ്പ് ലോസൊക്കെ ഹിറ്റ് ചെയ്തിട്ട് അവരെ മടുപ്പിച്ച് വെറുപ്പിച്ച് ഒരു മൂലക്കിരുത്തിയിട്ട് മാർക്കറ്റിൻ്റെ വഴിക്ക് പോവും. മറ്റുള്ളവർ അത് കണ്ടോണ്ട് വെറുതെ നോക്കുത്തികളായിട്ട് ഇരിക്കുകയും ചെയ്യും. പത്തേകാലായിട്ടുണ്ട്. 10:15 ശേഷമാണ് നമ്മളൊരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ ചെറിയൊരു അപ്പ് 270 270 നിന്ന് ചെറിയൊരു റിവേഴ്സൽ വരും. റിവേഴ്സൽ വന്നില്ല, ഹൈ വോളിയത്തിലാണ് പോകണമെങ്കിൽ 284. അവിടെ നിന്ന് പതുക്കെ യാത്ര ചെയ്താൽ വൈകിട്ടൊരു 3:30 378 എത്തുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആ 260 ബ്രേക്ക് ചെയ്യാൻ കിടന്ന് പെടാപ്പാട് വിടുക. ബ്രേക്ക് ഔട്ട് ആവുന്നില്ല. ബ്രേക്ക് ഔട്ട് ആവാത്തതിൻ്റെ ഈ 5 മിനിറ്റിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കാരണമാണ്
മറ്റേത് താഴത്തോട്ട് റിവേഴ്സ് വലിയുന്ന കേട്ടോ. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രണ്ട് രീതികളാണ്. ഈ ഒരു റെഡ് വന്നേക്കണത് അടുത്ത 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 247 താഴത്തോട്ട് വന്നാൽ മാത്രമേ പേടിക്കേണ്ട കാര്യമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ റെഡ് വന്നേക്കണത് 2 റീസണാണ്. ഒന്ന്, നെക്സ്റ്റ് 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് താഴത്തോട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ശക്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു റെഡ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത 2 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ 260 ബ്രേക്ക് ചെയ്താൽ 270ലേക്കോ 284ലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യും. നമ്മൾ 212 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം സിയിലേക്ക് മൂവ്മെൻറ്റ് വരണം. ഇത്രയും 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇത്രയും സ്ട്രെങ്തനിങ് ചെയ്ത് താഴെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് തിരിച്ചൊന്ന് റെഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് സിയിലാണ് മൂവ്മെൻറ്റ് എന്നൊക്കെ ഏകദേശം ഉറപ്പിക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ പിയിൽ തന്നെ ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. കാരണം 260 ബ്രേക്ക് ചെയ്ത് ഇത്തിരി ചടങ്ങ് പിടിച്ച കാര്യമാണ്. അടുത്ത 2 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 2 മിനിറ്റിൻ്റെ. ഇവിടെ 2 മിനിറ്റിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അതൊരു മൈനസ് തിങ്കാണ്. ഇനി ഒരു തവണ കൂടി 260 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത്, സി ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് 212 കൂടെ ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നെ സി ആയിരിക്കും മാർക്കറ്റിൽ 5 മിനിറ്റിലും RSI അനുകൂലമാണ്. 10:15 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഡയറക്ഷൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. എന്താണ് അവസ്ഥ? 1 അവറിൽ RSI മുകളിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. 30 മിനിറ്റിൽ ക്രോസ് ഓവർ വന്നിട്ടില്ല. $207 എൻട്രി, സ്റ്റോപ്പ് ലോസ് 200, 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ഈ RSI മേളിലോട്ട് കയറി എവിടെ ക്രോസ് ഓവർ ആവുന്നോ അവിടം വരെ ഹോൾഡിങ്. അപ്പോൾ ഇവിടെ 6 പോയിൻ്റ് പോയാൽ എന്തെടുക്കും? ഈ 200 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് 6 പോയിൻ്റോ 10 പോയിൻ്റോ, അതായത് 195, 12 പോയിൻ്റ്. 12 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? 255 ബ്രേക്ക് ചെയ്താൽ 260ലേക്കും 60 ബ്രേക്ക് ചെയ്താൽ 268ലേക്കും നമുക്ക് എന്ത് ചെയ്യാം? ആ സ്റ്റോപ്പ് ലോസ് തിരിച്ചു പിടിക്കാം. അപ്പോൾ ആ ഒരു ധൈര്യം ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ 12 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ടാർഗറ്റ് ഒന്നും പറയുന്നില്ല. ഈ RSI മേളിലോട്ട് വന്ന് അകന്നു പോകുന്ന ആ RSIയുടെ ഗ്യാപ്പ് എപ്പോൾ അടുക്കുന്നോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇന്നത്തെ ട്രേഡ് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ടാർഗറ്റ് കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 230, 259, 288 മേളിലോട്ട് വന്നാൽ അതിൽ ആദ്യത്തെ ഒരു കടമ്പ 216.75 ഒരു കടമ്പയുണ്ട്. ആ കടമ്പ ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും. ഇവിടെ RSIയിൽ ചെറിയൊരു മുകളിലോട്ടൊരു ടിപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ലോങ് ഡ്രൈവ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും 10:15 ശേഷമാണ് നമ്മൾ ലോങ് ഡ്രൈവിനുള്ള തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അത് മാറി മാറി എടുക്കാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ഒരെണ്ണം പി എടുത്ത് വെച്ചിട്ട് അതിലൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ സിയിലേക്ക് മാറി അങ്ങോട്ടാണ് നോക്കിയിരിക്കേണ്ടത്. അതാണെന്ന് പറഞ്ഞാൽ 10:15 വരെ എന്തായാലും ഒരു ഇത്തിരി പ്രശ്നമാണ്. ഇപ്പം മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് 214ലാണ്. ആ 214 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു മൂവ്മെൻറ്റ് ഏറെക്കുറെയൊക്കെ ഉറപ്പിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് 205-ൽ നിന്ന്
7 പോയിൻ്റാണ് വന്ന് നിൽക്കുന്നത് 205 നിന്ന്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ അത് 1 പോയിൻ്റോ 2 പോയിൻ്റോ വേണമെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് അവിടെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു 10 ലോട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 7 ലോട്ടിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഈ സെക്യൂർ അല്ല എന്നുള്ളൊരു തോന്നൽ വരികയാണെങ്കിൽ അവിടെ 5 ലോട്ട് കൊടുത്തിട്ട് ബാക്കി 1 പോയിന്റിലേക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കും. കൺസോളേഷൻ ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു മെത്തേഡാണ്. ലോട്ട് സൈസ് കൂട്ടിയെടുക്കുക, ഒരു 3 പോയിന്റ് ഇടുക, അടുത്തത് കോസ്റ്റ് ടു കോസ്റ്റിൽ അടിച്ച് കളയുക. അപ്പോൾ ഒരു സൈഡ് 3 പോയിന്റ് കിട്ടിക്കൊണ്ടിരിക്കും, ഒരു സൈഡിൽ 1 പോയിന്റ് വെച്ചിട്ട് ബ്രോക്കറേജ് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴും നമ്മൾ ഒരു 10 ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളറിയാതെ തന്നെ ക്യുമുലേറ്റീവ് ചെയ്ത് 30 പോയിൻ്റായിട്ട് നമുക്ക് കിട്ടും. അത് സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറാനായിട്ട് പഠിക്കണം. അപ്പോൾ മാർക്കറ്റ് കൺസോളിഡേഷനാണോ, എത്ര മണിക്ക് ശേഷമൊക്കെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം, ഇതൊക്കെ നമുക്കൊരു പ്ലാനിങ് വേണം. അങ്ങനെ പ്ലാനിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ ചാർട്ട് ഒരേ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളുകൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു സാഹചര്യം കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ സിയിൽ പല എൻട്രി എടുത്തപ്പോഴും നമ്മൾ പറഞ്ഞത് ഈ ഒരു RSI ക്രോസ് ഓവറായി താഴത്തോടെ ഇങ്ങനെ പോട്ടെ, അത് പോയി ഒരു കർവ് വരണം. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഇവിടെ നിന്നൊരു എത്ര ക്യാൻഡിൽ ഇങ്ങനെ ഒന്ന് വന്നാൽ മുമ്പ് എത്ര തവണ ഇതേപോലെയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ RSI ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര നേരം ക്യാൻഡിൽ ഇങ്ങനെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതൊരു 10:15 10:30, പിന്നെ അടുത്തൊരു അതേപോലെ പോണത് 11:30, പിന്നെ ഒരു 12:30, പിന്നെ ഒരു 1:20, പിന്നെ ഒരു 2:20, പിന്നെ ഒരു 2:50, പിന്നെ 3 മണി. അതപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുത്തുകൊണ്ടാണ് നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ വന്നപ്പോഴേ നമ്മൾ പറഞ്ഞു ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് 10:15 10:20 നമുക്ക് എന്ത് ചെയ്ത് ഒരു എൻട്രി കിട്ടി. ആ എൻട്രി ആദ്യം പോകുന്ന റിജക്ഷൻ 214. എവിടെ കിട്ടി എൻട്രി? 205 എത്ര പോയിന്റ് കിട്ടി? 217, 12 പോയിന്റ് മൂവ്മെൻറ്റ് കിട്ടി. ഇപ്പോൾ പണ്ടത്തെ കണ്ടീഷനിലാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് 10 ലോട്ട് 12 പോയിന്റ് 6000 രൂപ നേരെ ക്ലോസ് ചെയ്യുന്നു, അടുത്ത പണിയും നോക്കി പോകുന്നു. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അല്ലാതെ ചാടുന്ന സ്ഥലത്ത് മുഴുവൻ C ആയിരിക്കും P ആയിരിക്കും C ആയിരിക്കും P ആയിരിക്കും എന്ന് പറഞ്ഞ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. 230 വന്നിട്ട് എന്താ 5 മിനിറ്റ് 230 ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കും. ആ 230 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് നമുക്കൊരു കറക്റ്റ് ഒരു മൂവ്മെൻറ്റ് താഴത്തോട്ട് വന്നു എന്ന്, അതായത് P താഴത്തോട്ട് ഡൗൺ ആയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പുറത്ത് ടാലി ആക്കണം. അങ്ങനെ ടാലി ആയിക്കഴിഞ്ഞാൽ 218 220 ഈ ലെവല്, അതായത് ഇപ്പം നിൽക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ളൊരു യെല്ലോ ലൈനിലെ റീടെസ്റ്റിലാണ് നിൽക്കുന്നത്. 219 എന്ന് പറഞ്ഞ ലെവലിലാണ് മാർക്കറ്റ് ഏകദേശമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ നിന്നും കൂടെ ഒന്ന് മൂവ് ചെയ്താലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. അപ്പോൾ അത് കമ്പയർ ചെയ്യണം. ഇവിടെ നിന്ന് ഒരു സ്പേസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്പേസ് ഫില്ല് ചെയ്യാനുള്ളത് 232 230 ആ 230 കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് അവിടെ എന്തായാലും ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലേ മാർക്കറ്റ് നമ്മളെവിടെ പറഞ്ഞു 226 സ്പേസ് ഫില്ല് ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 207 മുതൽ 220 വരെ എന്ന് പറയുമ്പോൾ 224 വരെ എന്ന് പറയുമ്പോൾ 207 217 227 10-15 പോയിന്റ് അവിടെ മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ആവും. അതിനുശേഷം ഇപ്പോൾ ഇത് ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത തീരുമാനം എടുക്കണേ. ഇത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ 200 ഭാഗത്തേക്കൊക്കെ പോരും. ഇനി ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം, എന്നാലാണ് അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതെന്തായി? റെഡിലേക്ക് നേരെ കയറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു പെർഫെക്റ്റ് എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാത്തതാണ്. ഇവിടെ ഒരു ക്യാൻഡിൽ വന്ന് നിന്നപ്പോഴേ ഞാൻ പറഞ്ഞു അടുത്തത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 228 230 വരെ പോകും. എത്രയെന്നാണ് എൻട്രി? 205 എൻട്രി എടുത്താലും
230 വരെയും വളരെ ഈസി ആയിട്ട് 25 പോയിന്റ്, ആ 25 പോയിന്റ് നെക്സ്റ്റ് ക്യാൻഡിലിൽ 230 ഇഞ്ച് ബ്രേക്ക് ചെയ്താൽ 242, 240 വരെ, 30 നിന്ന് 40 വരെയും 10 പോയിന്റ്. അത് കഴിഞ്ഞാൽ 259 മാർക്കറ്റ് മൂവ് ചെയ്യണേ. കാരണം 5 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡിലേക്കായി നിൽക്കുകയാണ്. 10:15 ശേഷമാണ് മാർക്കറ്റിൽ അത്യാവശ്യം നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ളൊരു മൂവ് കിട്ടത്തുള്ളൂ. 10:20 ആയപ്പോൾ നമ്മൾ എൻട്രിയിൽ കയറി. നോക്കിക്കോ, എത്ര മണിക്കാ? 10:15 ക്യാൻഡിലാണ്. 10:15 നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ 10:15 ക്യാൻഡിലാണ് 200 നിന്ന് 230 വരെ 30 പോയിന്റ് പോയിരിക്കണേ. പീനെ വേണമെങ്കിൽ നമുക്ക് 247 വരെ കൊണ്ടുവരാം. ഒന്ന് ശ്രമിച്ചാൽ, എല്ലാവരും കൂടെ ഒന്ന് ശ്രമിച്ചാൽ പി 247 വരെ വരും. ഞാനെന്തായാലും ഈ പി ഒരു 247 എത്തിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. 247 അത്ര ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ഈ 230 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് സിയിൽ ഇനി മൂവ്മെൻ്റ് ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് 212 വരും. 212 വരുന്ന ആ ടൈമിൽ പി എവിടം വരെ പോകുമെന്ന് എനിക്കറിയില്ല. അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. കാരണം SMA താഴത്തോട്ട് വന്നു, SMA റീടെസ്റ്റ് അടിച്ചു. അതേപോലെ SMA ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയി SMA റീടെസ്റ്റ് അടിക്കാനായിട്ട് വരും. അപ്പോൾ അതൊരു ആർട്ടാണ്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരകൾ വരക്കാനായിട്ട് പഠിക്കണം നമ്മൾ. അപ്പോൾ ആ 212 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഈ RSI ഇവിടെ നിന്നൊക്കെ എപ്പോൾ വേണമെങ്കിലും തിരിയാം. ഇനിയിപ്പോൾ 230 ബ്രേക്ക് ചെയ്താൽ അടുത്ത സ്റ്റേഷൻ 240, 239.75. ആ 239 ബ്രേക്ക് ചെയ്താൽ 259. അത്ര അങ്ങ് വന്നില്ല. വൈറ്റ് ഡോട്ടിലാണ് ഞാനൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചത്, പക്ഷേ അത്രയുടെ അങ്ങ് വന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കൈ വെച്ച് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ മൂവ്മെൻറ്റ് അത്ര ഒന്നും ഇതിൽ കിട്ടിയിട്ടുമില്ല. നമ്മൾ ഈ RSI എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അവിടം വരെ നമ്മൾ സി മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് യാതൊരുവിധ തീരുമാനവും ഇല്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി പോവുമെന്ന്. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് സപ്പോർട്ട് എടുക്കേണ്ടത് 212, 206 ലെവലിലേക്കായിരുന്നു. അപ്പോൾ ഏകദേശം ഒന്ന് വന്ന് സപ്പോർട്ട് എടുത്തിട്ടേ ഉള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 241 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ പിയിൽ 100 പോയിൻ്റാണ് റൈഡിങ് പ്രതീക്ഷിച്ചത്. എന്ന് വെച്ച് നമ്മൾ പിയിൽ നമ്മൾ കിടന്നിട്ടൊന്നുമില്ല. നമ്മൾ മാർക്കറ്റ് സിയിലേക്ക് 5 മിനിറ്റിൻ്റെ മാർക്കറ്റിൽ മൂവ് നോക്കി എന്ന് വെച്ചാൽ 1.5 എൻട്രിയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് 200 നിന്ന് എൻട്രി എടുക്കുക, 241 കൊടുക്കുക. അല്ല, 41 RSI ക്രോസ് ഓവർ ആവുന്നത് വരെ ഹോൾഡ് ചെയ്യുക. നമുക്കിന്ന് ആ ഒരു മെത്തേഡേ ഉള്ളൂ. നമ്മൾ പിന്നെ ഈ തുടക്കക്കാരെ സംബന്ധിച്ച് ഇത്രയും വലിയ മൂവ്മെൻ്റൊക്കെ റൈഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് 500 രൂപ കാണുമ്പോൾ ഇറങ്ങണം, അല്ലെങ്കിൽ 500 രൂപ പ്രോഫിറ്റ് ആകുമ്പോൾ ഇറങ്ങണം എന്നുള്ള ചിന്തയാണ്. അത് നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു RSI ക്രോസ് ഓവർ ആവും. ഈ RSI ഒന്നെങ്കിൽ 50 ക്രോസ് ഓവർ ആവണം, അല്ലെങ്കിൽ ഗ്രീനിൽ മുട്ടണം. ആ സമയത്തേക്കാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ട്രെയിലിനെ പറ്റി ആലോചിക്കത്തുള്ളൂ. ഇവിടെ ചെറിയൊരു സ്ട്രഗിൾ ഉണ്ട്, വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ട് ഒരു വളരെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ ഒരു റെസിസ്റ്റൻ്റാണ്. അതാണ് നമ്മൾ 242 പറഞ്ഞതെങ്കിലും ഞാനൊരു 2 പോയിന്റ് താത്തി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 205 240 എത്ര വരെ പോയിട്ടുണ്ട്? 243.90 വരെ പോയിട്ടുണ്ട്. 35 പോയിന്റ് വളരെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 ലോട്ടിലാണ് എടുക്കണമെന്ന് വിചാരിച്ചാൽ, ഞാൻ കോമൺലി ചെയ്യുന്ന 7 ലോട്ടാണ്. അപ്പോൾ 35 ഇൻറ്റു 25 875 ഇൻറ്റു 7 6125 5000 രൂപയിൽ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കട്ടയും പടവും മടക്കി നമ്മുടെ പരിപാടിക്ക് വേണ്ടി അങ്ങ് പോകാമെന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വളരെ കൃത്യവും സ്പഷ്ടവുമായിട്ട് പറഞ്ഞതാണ്, 10:15 മാർക്കറ്റിന് മൂവ് കിട്ടും. ഇവിടെ നോക്കിക്കോ, കറക്റ്റ് 10:15 അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ് മാർക്കറ്റ് മൂവ്മെൻ്റ് ആയത്. അത് 10:20 എൻട്രി എടുത്താലും 205 242 വരെ എടുത്താലും ഈസി ആയിട്ട് മാർക്കറ്റിൽ പ്രോഫിറ്റബിളാണ്. ഇനി ഈ 242 ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 250 പോകത്തുള്ളൂ. ബാറ്ററി റണ്ണിങ് ലോ. അയ്യോ, ഓക്കെ. അപ്പോൾ 242 മാർക്കറ്റ് റിവേഴ്സായിട്ട് വരുന്ന നോക്കിക്കേ. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ? നമ്മൾ 2 മിനിറ്റിലേക്കൊന്ന് മാറ്റി അറിയാൻ പറ്റും. 2 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ, ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അത് 230 റിജക്ഷന് വേണ്ടി പോവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 230 ബ്രേക്ക് ചെയ്താൽ 235 39 ഒരു മൂവ് കിട്ടത്തുള്ളൂ. ഒരു ഏതാണ്ടൊക്കെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ 5 മിനിറ്റ്, ഇവിടെ 2 മിനിറ്റ്. 242 നമുക്ക് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ 5 മിനിറ്റിൽ നോക്കിയിട്ടാണ് 242 ഇത്തിരി ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ ഈ 230 റെസ്റ്റ് ചെയ്തോ അതേപോലെ തന്നെ 242 റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നോക്കിയേ, ഇവിടെ RSI 2 മിനിറ്റിൽ ക്രോസ് ഓവർ വന്നു. ഒരു റെസിസ്റ്റൻറ്റ് വേണ്ടിയിട്ട് 230 നമുക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 230 ബ്രേക്ക് ചെയ്താൽ 234 മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. 234 ബ്രേക്ക് ചെയ്താൽ 250 മാർക്കറ്റ് മുട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. RSI തിരിയാനുള്ള ചാൻസ് 50%-ലാണ് 5 മിനിറ്റിൽ തിരിയാനായിട്ടുള്ളൊരു ചാൻസ് ഉള്ളത്. ആ 15 മിനിറ്റ്സും 50%-ഉം RSI ബ്രേക്ക് ചെയ്തിട്ട് പോവുകയും വേണം. 242 ബ്രേക്ക് ചെയ്താൽ നമുക്കിനി 250 നോക്കാം. അല്ലാത്തടത്തോളം കാലം ഈ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ 220 എന്നുള്ള ഒരു എൻട്രി 230. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? 220 എൻട്രി അല്ലെങ്കിൽ 222 എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചേക്കുക. അത് എവിടം വരെ പോവോ അവിടം വരെ പൊക്കോട്ടെ. 230 റെസിസ്റ്റൻ്റ് ഏരിയ ആണ്, റീടെസ്റ്റ് ഏരിയ ആണ്. ആ 230 ബ്രേക്ക് ചെയ്താൽ മാത്രമേ 234 38 മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ എന്താ, നമ്മൾ നേരത്തെ SMA ഒരു സപ്പോർട്ട് എടുക്കാൻ വരാനുള്ള പോസിബിലിറ്റി നമ്മൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അത് ഈ ഒരു തവണ വരുമില്ല എന്നുള്ള കാര്യം നോക്കട്ടെ, എന്നിട്ടേ അടുത്ത പരിപാടിയുള്ളൂ. 207 ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരികയാണെങ്കിൽ ഇവൻ 230 ബ്രേക്ക് ചെയ്ത് 234 പോകും. അപ്പോൾ നമ്മൾ 228 230 റീടെസ്റ്റിന് വരുമെന്നാണ് പറഞ്ഞത്. അത് 2 മിനിറ്റിൽ അവിടെ റീടെസ്റ്റ് ആയി. അപ്പോൾ ഇവിടെ 222 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എഗെയിൻ 230 ബ്രേക്ക് ചെയ്ത് പോയ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അത്ര ഉറപ്പൊന്നുമില്ല, പക്ഷേ കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് 239 ബ്രേക്ക് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ C 5 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ചെറിയ ഡൗൺ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ സ്കാൽപ്പ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ പോയിന്റ് എടുക്കാം. മറ്റേത് അവിടെ ഹോൾഡ് ചെയ്ത് കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് ഇവിടെ നമുക്ക് സ്കാൽപ്പ് ചെയ്ത് പോയിന്റ് എടുത്തുകൂടായില്ലല്ലോ. കാരണം 2 മിനിറ്റിൻ്റെ RSI ഇത് റെഡിലേക്ക് കൂടെ കയറിയ Pയിൽ കുറച്ച് മൂവ്മെൻറ്റും കൂടെ കിട്ടും. ആ 230 ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള 234 പോകത്തുള്ളൂ. ഇതിൽ പറയണത് C എടുത്ത് വെക്കുക. C ആ സ്ക്രീനിൽ മൊത്തം കൊള്ളിക്കാൻ പറ്റുമോ അത്ര അങ്ങ് കൊള്ളിച്ചിട്ട് അത് നോക്കി അങ്ങ് ഇരിക്കും.
പക്ഷെ നമ്മുടെ പരിപാടി അതല്ല. സി ഇട്ടുകൊണ്ട് തന്നെ പിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 200 അല്ലെങ്കിൽ 205 വ്യക്തിയാണെങ്കിൽ 205 പ്ലസ് 21 പോയിൻറ്റ് 226 എന്ന് പറയുമ്പോൾ 228 ഒരു പോയിൻ്റ് കിടപ്പുണ്ട്. 228 എന്നുള്ളൊരു പോയിൻ്റ് കിടപ്പുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നത് 226 ലോക്ക് ചെയ്തങ്ങ് ഇട്ടേക്കും. കാരണം ഹാഫ് പോർഷൻ കഴിഞ്ഞു. ഇനി ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഒരു 226 ഇല്ലെങ്കിലും ഒരു 222 ആ ലെവലിലേക്കൊക്കെ ട്രെയിൽ ചെയ്തിട്ടിട്ട് പിന്നെ അങ്ങ് ഹോൾഡ് ചെയ്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി വന്നിടത്ത് വെച്ചിട്ട് കാണാം എന്നുള്ളൊരു തീരുമാനമാണ്. അത് ചിലപ്പോൾ 259 ടച്ച് ചെയ്യും. അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 266 ടച്ച് ചെയ്യും. ഇവിടുത്തെ ലൈൻ എന്തായാലും മാറ്റിയിടാം. ഞാൻ വരച്ച് വെച്ചിട്ട് ഇനി അത് ബ്രേക്ക് ചെയ്യാതിരിക്കണ്ട. ഞാൻ വരച്ചു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യില്ല. അത് ഇത്ര നേരം അവിടെ സ്ട്രഗിൾ ചെയ്ത് നിന്ന് ഞാൻ ആ ലൈൻ മാറ്റാനാണെന്ന് തോന്നണം. അതങ്ങ് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോവാം? അടുത്തൊരു റിജക്ഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 252 252 അവിടെ ചെറിയൊരു റിജക്ഷൻ. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 259 266. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് 21 പോയിൻ്റ് മതി. അല്ലെങ്കിൽ 228 ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. 21 22 22 6 28 21 6 27 25 പോയിൻ്റ് മതി. അതിൽ കൂടുതൽ എനിക്ക് വേണ്ട. കിട്ടുകയാണെങ്കിൽ 259 വരെ, അല്ലെങ്കിൽ RSI ക്രോസ് ഓവർ ആവുന്നവരെ കിട്ടണം. അല്ലെങ്കിൽ 25 പോയിൻ്റ് മതി. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. കാരണം ഇവിടെ 5 മിനിറ്റിൽ ബ്ലൂ ലൈൻ്റെ ബോർഡർ ലെവലിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് റിവേഴ്സ് ആയാൽ ഒരു റിവേഴ്സും കൂടെ വരും. അതല്ല, അവിടെ നിന്ന് ഫാളായി കഴിഞ്ഞാൽ 200 വരെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരും. ആ 200ലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് വരുമ്പോൾ 10 പോയിൻ്റ് ഇവിടെ ഡൗൺ ആകുമ്പോൾ ഇവിടെ എത്ര പോയിൻ്റ് കയറണം? 243 250 259. അപ്പോൾ ഒരു 250 വരെ വരണ്ടേ കണക്കും പ്രകാരം ടാലി ആവുകയാണെങ്കിൽ. ഇവിടെ ഈ വൈറ്റ് ഡോട്ട് നമ്മൾ രാവിലോട്ട് പറയുന്നുണ്ട്, ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ഡോട്ടാണ്. പെട്ടെന്നൊരു മൂവ്മെൻ്റ് അങ്ങ് കിട്ടണം. കഴിഞ്ഞ സാധനം അങ്ങ് പറക്കും. ഇപ്പോൾ 30 മിനിറ്റിൻ്റെ ഫ്യൂച്ചർ ക്യാൻഡിൽ 25,401 പോയി ടച്ച് ചെയ്ത് നിൽക്കുന്നത്. 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 10:45 ആകുമ്പോഴത്തേക്കുമാണ് 10:09 10:15 10:45 11:15 അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കുന്നത്. 24,400 ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ 1 അവറിൻ്റെ ക്യാൻഡിൽ 25,408 ടച്ച് ചെയ്യാനായിട്ടുണ്ട്. 25,405 ടച്ച് ചെയ്യാനായിട്ടുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. 1 മണിക്കൂറിൻ്റെ ആണെങ്കിലും 30 മിനിറ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് ആണെങ്കിലും ഒക്കെ നിൽക്കുന്നത് ഒരു ഡേഞ്ചറസ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് നല്ലത് കിട്ടിയാൽ ഹൈ വോളിയത്തിലായിരിക്കും സിയുടെ മൂവ്മെൻറ്റ്. കാരണം നമ്മൾ രാവിലെ ഒരു ലൈൻ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. എവിടെയാ? 25,431 എന്നുള്ള ഒരു ലൈൻ നമ്മൾ ഓൾമോസ്റ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. 9:05 നമ്മൾ മാർക്ക് ചെയ്ത ലെവലാണ് 25,431. ആ 25,431 മാർക്കറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ 31 പോയിൻ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനുണ്ട്. 31 പോയിൻ്റ് ഫ്യൂച്ചറിൽ ഹിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 75% വെച്ചിട്ട് നോക്കുകയാണെങ്കിലും 245 255 55 59 ഒരു നല്ല ലെവലാണ്. നമുക്കപ്പോൾ അത് കണക്ക് കൂട്ടി പ്രതീക്ഷിക്കാം. മുപ്പത് പോയിൻ്റ് അവിടെ, അപ്പോൾ 76 കണക്ക് കൂട്ടി ശരിയാണെന്നുണ്ടെങ്കിൽ 266. അപ്പോൾ 240 താഴെ എവിടെയെങ്കിലും ലോക്ക് ചെയ്താലും വലിയ വിഷയമില്ല.
240 താഴത്തേക്ക് ലോക്ക് ചെയ്താലും വലിയ വിഷയമില്ല. കാരണം ഒരു ഫാള് വരികയാണെന്നുണ്ടെങ്കിൽ 100-100ലായിരിക്കും 229ലേക്ക് ഫാളാവുന്നത്. ഇനിയുള്ള ക്യാൻഡിലിന് സ്ട്രെങ്ത് ഇത്തിരി കൂടുതലായിരിക്കും. 240 ആണെങ്കിലും 35 പോയിന്റാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മൂവ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് തിരിച്ച് താഴത്തുനിന്ന് വരുമ്പോൾ 240 ബ്രേക്ക് ചെയ്താൽ പിന്നെ എടുക്കാമല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ വയലറ്റ് ലൈൻ്റെ ചോട്ടിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ ഇടിച്ചു. മറ്റേത് 250 ടച്ച് ചെയ്തു, 252. കാരണം ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ റിവേഴ്സ് ആയാൽ തിരിച്ച് കയറും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വയലറ്റ് ലൈൻ്റെ ബോട്ടം നമുക്ക് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അത് ഇവിടെ ബ്ലൂ ലൈൻ്റെ അപ്പിൽ വന്ന് 251. നമ്മൾ 250 പറഞ്ഞത്. ഇനി 250 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 259ലേക്ക് മൂവ് ചെയ്യും. അതിൻ്റെ ഏകദേശം നിലവിലുള്ള ഹൈറ്റ് അത് 250 ആവാം, 52 ആവാം. നമ്മൾ പറഞ്ഞത് 25,410 നമ്മളൊരു ട്രിഗർ പ്രൈസ് പറഞ്ഞത്. ആ ട്രിഗർ പ്രൈസിൽ ചെന്ന് ഇടിച്ചത് കൊണ്ടാണ്. കാരണം ഫ്യൂച്ചറിൽ 1 അവറിൻ്റെ ക്യാൻഡിലിൽ 25,409 നമുക്കൊരു ട്രിഗർ പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഇടിച്ചത് കൊണ്ടാണ് അവിടെ നിന്ന് ഒന്ന് താഴത്തേക്ക് വന്നത്, ഒരു റെസ്പെക്റ്റ് കൊടുത്തതാണ്. ഇനി 11:15 ശേഷം 225,410 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അനദർ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. അതുവരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. എന്തായാലും ഇത് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. 250 വരെ എത്ര മുതലാ? 205 നിന്നാണെങ്കിലും 200 നിന്നാണെങ്കിലും 210 നിന്നാണെങ്കിലും 10-40 പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ റെസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. വെറുതെ ധൃതി പിടിച്ച് ചാടിക്കയറി എടുത്തിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ റിവേഴ്സാണ് വന്നിരിക്കണം. അപ്പോൾ അവിടെ നോക്കിയാൽ അവിടെ 250 ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ 199 ടച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് അപ്പുറത്ത് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ അവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ അതവിടെ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിയിൽ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. 200 എടുത്താലും ഇവിടെ 208 നിൽക്കുന്നത്. അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാലും വല്ല വിഷയമുണ്ടോ? ഒരു വിഷയമില്ല. ആ മൂവ്മെൻറ്റ് പിയിൽ കിട്ടിക്കഴിഞ്ഞാലോ 220, 227 വരെ പോകും. കാരണം ഇവിടെ RSIയിൽ ചെറിയൊരു ചരിവ് വരുന്നുണ്ട്, നിങ്ങളുടെ കണ്ണിൽപ്പെടില്ല. അപ്പോൾ ഒരു ഏരിയ നോക്കിയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. നമ്മൾ ചാടിക്കയറി പോണ പോക്കിൽ എൻട്രി എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ 200 എടുത്താൽ 7 പോയിൻ്റ് അല്ലേ, ഒരു പോയിൻ്റ് കയറ്റി കിട്ടും. എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ആ ഒരു പോയിൻ്റ് പോകണമെങ്കിൽ പോട്ടെ. ഇപ്പുറത്ത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 250 ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ 259ലേക്ക് നമുക്ക് മൂവ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ 250 മുതൽ 59 വരെയുള്ള 9 പോയിൻ്റ് ആലോചിച്ച് നോക്കിയേ. 200 മുതൽ എത്ര വരെ പോയിട്ടുണ്ട്? 208-9 വരെ ഇതും വന്നിട്ടുണ്ട്. ആ 9 പോയിൻ്റ് നമ്മൾ അവിടെ മേളിലോട്ട് പിടിക്കാനുള്ളത് 9 പോയിൻ്റ് ഇവിടെ കിട്ടിയാലും പോരെ, ഹാപ്പി അല്ലേ? 1:16 നമുക്കെന്നാൽ 11 മണിയായി, വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് വൈകിട്ട് നോക്കാം. ഇനിയിപ്പോൾ മൂവ്മെൻ്റ് ഉള്ളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ലൈവിലുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഈ RSI ക്രോസ് ഓവർ ആവണവരെ ഹോൾഡ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കൂ എന്ന് പറയണത്. എന്നെ സംബന്ധിച്ച് ഈ RSI ഇവിടെ ക്രോസ് ചെയ്താൽ അടുത്ത ക്രോസ് ഓവറിനോടനുബന്ധിച്ചിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ. അതെൻ്റെ സിസ്റ്റമാണ്. പിന്നെ ഇവിടെ ചെറിയ അറ്റംപ്റ്റൊക്കെ ഞാൻ നടത്തും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഇതേ ഇവിടെ ഒരു മടക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. RSIയിൽ ഇതേ ഒരു ചെറിയൊരു ചരിവ് വന്നിട്ടുണ്ട് ഇവിടെ. ആ ചരിവ് വരുമ്പോൾ അതിനനുബന്ധിച്ചിട്ടുള്ള ഏരിയ ഏതാ? 260. നമ്മൾ വരച്ച വര ഏകദേശമൊക്കെ ഒരു വരയാണ്. ഇവിടെ ഒരു ചരിവ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രെയിൽ ചെയ്തിടാനായിട്ട് ശ്രമിക്കണം. 259, 265.
265 നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് 25 നമ്മൾ പറഞ്ഞത് 225,436 നമ്മൾ പറഞ്ഞത് 243. ഇത് അവിടെ ഒന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഇത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് 25,458 പോയി നിൽപ്പുണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ മടക്ക് വന്നിട്ടുണ്ട്. ട്രെയിൽ ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ഫൈനൽ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് വരെയാണ് ഞാനും പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 200 നിന്നാണെങ്കിലും 65 പോയിന്റ് ട്രെയിൽ ചെയ്ത് ഒറ്റയടിക്ക് ട്രെയിൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് പലർക്കും ഉള്ളതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് പറഞ്ഞത്. പക്ഷേ താഴത്തുനിന്ന് എടുത്തിട്ട് RSI ക്രോസ് ഓവർ അനുസരിച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് അതനുസരിച്ചിട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസി ആയിട്ടാണ് 265 വരെ. നോക്കിയേ, 10:15 മാർക്കറ്റ് നമ്മൾ ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ 10:15 10:20 കയറി 11:15 ആകുമ്പോൾ അടുത്ത ഡയറക്ഷൻ വരുമെന്ന് പറഞ്ഞു. മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്യണം 265 വരെ. 60 പോയിന്റ് ഒരു ബുദ്ധിമുട്ടും കൂടാതെയാണ് കിട്ടിയിരിക്കണേ. പക്ഷെ അവിടെ ഒരുപാട് എക്സ്പാൻഷനൊക്കെ വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാക്സിമം ട്രെയിൽ ചെയ്തിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. 25,438 പോയിട്ടുണ്ട്. സ്ക്രീനുള്ളതെങ്കിൽ ഇതിപ്പോൾ സൂക്ഷിച്ച് നോക്കണം. ഹൈ വോളിയം മാർക്കറ്റിൽ കയറി വരുന്നുണ്ട്. അപ്പം നമുക്ക് അപ്പോൾ എനിവേ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. 265 വരെ എത്തിക്കാം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ടാർഗറ്റിലാണ് പൊതുവേ എൻ്റെ പരിപാടി. എനിക്ക് ആർത്തിയും പരവേശവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലോവിലേക്ക്, അതായത് ഒരു 250 വല്ലോ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് 3:15 ആകുമ്പോൾ എടുത്ത് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് 200 തൊട്ട് 265 വരെ സേഫ് മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ നമുക്കൊന്നും വേണ്ട. അപ്പോൾ കൃത്യമായിട്ട് അപ്പോൾ നമുക്ക് മൺഡേ കാണാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് മൺഡേ മുതൽ ആർക്കെങ്കിലുമൊക്കെ ഒരാഴ്ചത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ലൈവിലേക്കൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഞാൻ എന്തായാലും വീഡിയോ ഇന്നത്തെ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ ആക്കിയിട്ടുണ്ട്. നമ്മൾ 11-15 കാലമായപ്പോൾ ട്രേഡ് നിർത്തിയായിരുന്നു. അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോയതുകൊണ്ടാണ് വീഡിയോ ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ അതിൽ പ്രോഫിറ്റ് 11.52 ഓരോരുത്തരുടെ പ്രോഫിറ്റുകൾ ഇന്നത്തെ പറയാം. 2,138, 1,202, 1,884, 2,388, 1,202, 1,028, 1,372. അപ്പോൾ ഏകദേശം ഇന്ന് ബാക്കി ആൾക്കാരൊന്നും അയച്ചിട്ടില്ല. അയച്ചു തരുന്ന ആൾക്കാരുടെ ഞാൻ ഇതിൽ ലൈവിൽ വരുന്ന ആൾക്കാരുടെ കണ്ടോ പിയിലും സിയിലൊക്കെ പ്രോഫിറ്റ് കിട്ടിയത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരുടെയും അതേപോലെ തന്നെയാണ്. ഇവിടെ സിയിലാണ് പ്രോഫിറ്റ് കിട്ടിയത്, പിയിൽ കിട്ടിയില്ല. ഇവിടെ സിയിൽ കിട്ടി, പിയിൽ മൈനസായി. ഇവിടെ സിയിലും പിയിലും കിട്ടിയിട്ടുണ്ട്. അത് ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാട്ടോ. ഇവിടെയും സിയിലും പിയിലും, സിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ലോങ് ഹോൾഡ് ചെയ്തത്. ഇവിടെയും പിയിൽ മൈനസ്. അതാണെന്ന് വെച്ചാൽ പിയിൽ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാത്തതുകൊണ്ടും നമ്മൾ ചിന്തിക്കുമല്ലോ എന്നാൽ കുറച്ചും കൂടെ പോട്ടെ എന്നുള്ളൊരു രീതി. ഇവിടെയും നമ്മൾ സിയിലാണ് ഇന്ന് ലോങ് ഹോൾഡ് ചെയ്തത്. നല്ല രീതിയിലൊരു മൂവ്മെൻ്റാണ് കിട്ടിയത്. 205 മുതൽ 162-65 വരെയൊക്കെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് 3 സ്റ്റെപ്പിലായിട്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ PNL കാണുന്നതാണോ ലൈവിൽ വരുന്ന മറ്റുള്ളവരുടെ PNL കാണുന്നതാണോ മെച്ചം എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം മെയിനായിട്ട്. ഞാൻ പല രീതിയിൽ യൂസ് ചെയ്തിട്ടൊരു ട്രേഡ് എടുത്ത് പ്രോഫിറ്റാക്കി അതിൻ്റെ PNL മറ്റുള്ളവരെ കാണിക്കുന്നതിൽ അർത്ഥമില്ല. ബാക്കി വരുന്നവരും അത് പഠിച്ച് അല്ലെങ്കിൽ ഞാൻ പറയുന്ന വ്യൂ മനസ്സിലാക്കി പ്രോഫിറ്റബിൾ ആവുമ്പോഴല്ലേ നമ്മൾ ലൈവ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകുന്നേ. ഞാനൊരു സ്ട്രാറ്റജി പഠിച്ചു, ഞാൻ തന്നെ അത് ചെയ്ത് പ്രോഫിറ്റാക്കി, അത് നിങ്ങളെ കാണിച്ചു. വരുന്ന ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഫെയിലിയറാണ്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രോഫിറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ സക്സസ് ആണ്. അതാണ് ഞാൻ മെയിനായിട്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ. അപ്പോൾ എനിവേ
ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ലൈവിലേക്ക്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ ഡയറക്റ്റ് വിളിക്കാം. എനിവേ ഓൾ ദി ബെസ്റ്റ്.